ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് കേട്ടോ. എന്തൊരു വീഡിയോ എന്നൊക്കെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉപകാരമുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കട്ടെ എല്ലാവരും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പഴയ മാക്സി ഷാളൊക്കെ എല്ലാവരും വേണ്ടാന്ന് ഒക്കെ കളയല്ലേ, കത്തിച്ചൊക്കെ. അപ്പോൾ കത്തിച്ചാനും കളയാനൊന്നും നിൽക്കണ്ട. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡോർ മാറ്റ് കഴുകാനോ ഒന്നിനും ഒരു കുഴപ്പവും വരില്ല. അങ്ങനത്തെ നല്ല അടിപൊളി ചവിട്ടികളെങ്ങനെ തയ്ക്കുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ 2 തരത്തിൽ തയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ഭയങ്കര എളുപ്പമാണ്, സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും. ഒന്നിന് കുറച്ച് സമയം എടുക്കണം. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഒരു സമയം നമുക്ക് ഒരുപാട് കളയന്നെ വേണ്ട കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കുക. എന്നാൽ നമുക്ക് തറയിലിടാനൊരു കുഴപ്പമില്ലേനും. വെള്ളമൊക്കെ തുടക്കാനും ഒക്കെ കാല് തുടക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടാനും പറ്റും. അപ്പം ഞാനിങ്ങനത്തെ ഒക്കെ തയ്ച്ചിടലുണ്ട്. കാരണം കുട്ടികളൊക്കെ അല്ലേ വീടാകുമ്പോഴേ ഒരു വെള്ളത്തിൽ ചവിട്ടി ഇതിലൊക്കെ കയറി അങ്ങനെ കളയുമ്പോഴൊക്കെ നമുക്ക് കോട്ടൻ്റെ വേണം കേട്ടോ. ടൈലുമ്മയൊക്കെ ഇട്ടാൽ തെന്നിപ്പോകാത്ത വിധത്തിലുള്ള കോട്ടൻ്റെ തുണികളാണ് നല്ലത്. അല്ലാത്തതാകുമ്പോൾ വെള്ളത്തിലും അല്ല എണ്ണമയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം കേട്ടോ എല്ലാവരും. രണ്ടാമത് ഞാൻ ഈ കാണിക്കണ ഉണ്ടല്ലോ, അത് നല്ല കളറ്, നല്ല കളറ് പുള്ളിയൊന്നും ഇല്ലാത്ത നല്ല ഉതിപ്പില്ല കളറ് തുണികൾ 2 കളറോ 3 കളറോ ഒക്കെ വെച്ചാൽ നല്ല നമുക്ക് ഇങ്ങനെ ഉതിപ്പ് തോന്നുമല്ലോ. അങ്ങനത്തെ വെച്ച് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറാട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാനിതാ 2 നൈറ്റിയാണ് എടുത്തുക്കണത്. അത് രണ്ടും നമുക്കൊരു പാകത്തെ വലിപ്പം നോക്കിങ്ങാണ്ട്, അതിനൊരളവോ കാര്യമൊന്നും വേണ്ട. നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ ഇത്ര വലിപ്പം മതി എന്നൊക്കെ. അങ്ങനെ എടുത്തിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി വെച്ചിട്ട് അതിൻ്റെ തുമ്പുകൾ തമ്മിൽ ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അതെന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്ട് 4 അരികും ഒന്നുകൊണ്ട് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നടുക്കും സൈഡിലും ഇങ്ങനെ കള്ളിയാക്കിയാണ് നമ്മൾ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഇതാട്ടോ. അപ്പം ഞാൻ അങ്ങനെ അടിച്ചിക്കണ്. നടുക്ക് ഒരു 4-5 ലൈനാക്കി കള്ളി ഇട്ടിക്കണം. അത് നമ്മൾ ഈ തുണി ആയതുകൊണ്ട് കാണാത്തതുകൊണ്ടാട്ടോ. നൂലൊക്കെ നല്ല മാറ്റിങ്ങാണ്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കാണുകയൊക്കെ ചെയ്യും. അപ്പം ആദ്യം ഞാൻ ഈ നടുക്ക് അടിച്ചതല്ല ചെയ്യുന്നത്. ഇതിൻ്റെ 4 അരികും അടിച്ചിട്ട് അതൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഈ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയാണ്ട്. അപ്പം തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. ഞാനൊരു നെയ്റ്റി പീസോ എന്തോ ഒരു ടോപ്പിൻ്റെ കഷ്ണമൊക്കെയാണത്. വെട്ട് കഷ്ണം ഇന്നൊരു കഷ്ണം എടുത്തുങ്ങാണ്ട് അത് നമ്മൾ അതിമ വെച്ചുങ്ങാണ്ട് മറിച്ച് പൈപ്പിങ് ചെയ്യുന്ന മാതിരി തന്നെ പൈപ്പിങ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ വേറൊരു കളറ് കാട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണുമ്പോൾ വേറൊരു കളറാണ് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതിൻ്റെ നടുക്ക് ഞാൻ ഇങ്ങനെ കള്ളിയാക്കിയാണ് അടിച്ചിക്കണ്. അപ്പോൾ അത് ഒരു ചവിട്ടിയായി. ഇതിന് ആകെ കുറച്ച് സമയം മതി കേട്ടോ, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇങ്ങനത്തെ ചവിട്ടിയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ഇടാം. അതേമാതിരി കാല് ചവിട്ടിയൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോഴേ അതിനൊക്കെ പറ്റണ ഒരു ചവിട്ടി തന്നെയാണ് കേട്ടോ. ഇതിന് വലിയ പണിയൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ രണ്ടാമത് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം അതിന് കുറച്ചൊരു പണിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? കാണാനും ഭംഗിയില്ലേ? അപ്പം നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് രണ്ടാമത്തെ നൈറ്റി തയ്ക്കാനില്ലേ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടിയതൊന്നും കാണിച്ചെന്നില്ല. വീഡിയോ ഒരുപാട് എന്താവും കരുതിയാണ് പിന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതേപോലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് ഞാൻ 2 കളറാണ് എടുത്തിരിക്കുന്നത്, ഓറഞ്ചും കറുപ്പും. കാണാൻ നല്ല ഭംഗിയല്ലേ രണ്ടും കൂടി ആകുമ്പോൾ. അപ്പം അങ്ങനെ ഞാനത് മടക്കി
തുമ്പൊന്നും കാണാത്ത വിധത്തിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ അടിച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് പാകത്തിന് എത്ര വലിപ്പം വീതിയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചങ്ങാണ്ട് അങ്ങനത്തെ ഒരു നെയ്റ്റിൻ്റെ കഷ്ണം രണ്ടെണ്ണം എടുത്തുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടി കുറവേക്കാരം. അതേപോലെ ഞാൻ ആദ്യം വീഡിയോ ഇട്ടിയിൽ ഞാൻ ഈ കഷ്ണത്തിന് കള്ളിയാക്കിയാണൊന്നും അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാം, മേലെ വരുന്നീമേ നമ്മൾ അടിച്ചണില്ലല്ലോ, ഇത് മുടയാണ്. അപ്പോൾ ഇതിങ്ങനെ ചില സമയത്തൊക്കെ കുമ്പിളായി നിൽക്കും ബാക്ക് ഭാഗമൊക്കെ, നമ്മൾ കേകാൻ പിടിച്ചുമ്പോഴും അതേമാതിരി ഇങ്ങനെ പിടിച്ചുമ്പോഴൊക്കെ. അപ്പോൾ മടക്കി കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഴപ്പമൊന്നും വരില്ല. അപ്പം അങ്ങനെ അടിച്ചു കൊടുത്തിക്കണ്. പിന്നെ ഞാൻ 5 തുണി വീതം ഇങ്ങനെ വെച്ചങ്ങാണ്ട് നടുകിൽ ആദ്യം ഓറഞ്ച് വെച്ച് 2 സൈഡിലും വീണ്ടും കറുപ്പ് വെച്ച് പിന്നെ അറ്റങ്ങൾ ഓറഞ്ച് വെച്ച് അങ്ങനെ വെച്ചിക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി വിലങ്ങിനും ഇതേപോലെ കറുപ്പ് ഓറഞ്ച് ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പം അങ്ങനെ ഇതിനി നമ്മൾ ഇങ്ങനെ വെച്ചങ്ങാണ്ട് മുടയട്ടെ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റും ഇടുക. അപ്പോൾ മുടഞ്ഞെടുക്കൽ കുറച്ച് നേരത്തൊരു പണി തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ പണിയൊക്കെ ഒരുങ്ങി വെറുതെ ഇരിക്കുന്ന സമയത്താവുമ്പോഴേ പെട്ടെന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ വലുതായ നമുക്ക് എത്ര തുണി തയ്ച്ചാലും തികയില്ല. ഞാനിപ്പോൾ ഒരു കറുത്ത ഷാളും ഒരു ഓറഞ്ച് ഷാളും അത് മുഴുവനാണ് ഇതിന് എടുത്തത് കേട്ടോ. ഫുള്ളുമായി അത്യാവശ്യം വലിപ്പം ഉണ്ടേനും. പിന്നെ അടുപ്പിച്ച് ഇങ്ങനെ മുടയുകയും ചെയ്തിരിക്കണ്. അതുകൊണ്ട് പിന്നെ കാണാൻ ഇങ്ങനെ അടുത്തടുത്താവുമ്പോഴാണ് ഭംഗി കേട്ടോ. അപ്പം ഞാൻ മുടഞ്ഞിട്ട് ഇട്ട് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ചെറുതാണെങ്കിലും എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ്. കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. അപ്പോൾ പഴയ ഷാളൊന്നും ആരും കളയണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അതിനൊന്നും തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കും പറ്റും. അരികു ഭാഗം മാത്രമല്ലേ അടിച്ചു കൊടുക്കണുള്ളൂ. അത് വേണമെങ്കിൽ ഒന്ന് തുന്നി കൊടുത്താലും മതി. കണ്ടോ, സൂപ്പറല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. കാലൊക്കെ വെച്ചിട്ട് കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.